റിങ്ങിലേക്ക് കയറുമ്പോൾ എതിരാളിയെ നോക്കി ചിരിക്കണം, മാസ് ഭാവത്തില്. ഇതുപോലെ മിക്കവാറും എൻ്റെ എല്ലാ ചാൻസും എനിക്ക് കിട്ടാനുള്ള പടങ്ങളൊക്കെ മിക്കവാറും ഈ ഇന്റർവ്യൂയോട് കൊടുത്ത് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. കഷ്ടപ്പെട്ട് സിനിമാറ്റോഗ്രാഫറായിരുന്നു ആണ് ഇപ്പോഴും കുറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് സിനിമ ലൈഫ് പുതിയതല്ല, ഭയങ്കര ഒരു സ്കൂളും കൂടെ ആയിരുന്നു, ഒരു സ്റ്റഡി മെറ്റീരിയലും കൂടെയാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫി. ആ ഒരു ലൈക്ക് ഹൗ ഹി കണ്ടക്ട്സ് ദിസ്. സിനിമാറ്റോഗ്രാഫർ ആകുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ എങ്ങനെ നമുക്ക് നിൽക്കുന്ന എങ്ങനെയായിരിക്കും ഫ്രെയിം, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഗുണം ഉണ്ടോ ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ നിരീഷ് പോത്തനൊക്കെ മഹേഷ് മൃതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു സീൻ എടുത്തു, അത് വർക്കായില്ല, നമുക്കൊന്നുകൂടെ എടുക്കണം എന്ന് പറയും ഷൂട്ട്. അപ്പൊ അത് ഓൾവേസ് എ ട്രയൽ തന്നെയാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും. ഭയങ്കര കഷ്ടപ്പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ഷൂട്ട് ചെയ്തതാണ് എല്ലാവരും. ആ ചൂട് ഫെബ്രുവരി മാസം വർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഭയങ്കര പ്രശ്നമാണ്. നെഞ്ചിലേ നെഞ്ചിലേ തെന്നലേ തെന്നലേ. ഹലോ, നമസ്കാരം. ദിസ് ഇസ് ബിയോണ്ട് ദ ബയോ. നമ്മൾ ചത്താപ്പച്ച കണ്ടു കഴിഞ്ഞാൽ ആരും അതിനകത്തുള്ള ഒരു ക്യാരക്ടറിനെ മറക്കത്തില്ല. അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ ചെയ്ത ഭസ്മാസുരന് ചെയ്ത ആളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ശ്യാം പ്രകാശ്. ശ്യാം ചേട്ടാ, വെൽക്കം ടു മൈ ഷോ. എങ്ങനെ പോകുന്നു ഇപ്പൊ ലൈഫൊക്കെ? ചത്താപ്പച്ച റിലീസൊക്കെ കഴിഞ്ഞു ഒക്കെയാണ്. ഭയങ്കര അൺറിയലാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു റെസ്പോൺസോ ഇങ്ങനെ ഒരു ആൾക്കാർ ഡെയിലി മെസ്സേജസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നോ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഫസ്റ്റ് പടത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോപ്പർ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭയങ്കരമായ ഒരു റെസ്പോൺസ് ഉണ്ട്. അത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും സ്ക്രീൻ സ്പേസ് BGM ഒക്കെ വെച്ചിട്ട്, അപ്പൊ ഒത്തിരി ഫാൻസും ഞാനത് ഇന്നലെ ഞാൻ അദ്വൈതനെ കണ്ടപ്പോൾ ഞാൻ സനുവേട്ടനെ അവിടെ പറയാണ്, നിങ്ങൾ ഭയങ്കര പണി എനിക്ക് തന്നിട്ട് ആദ്യത്തെ പടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ സൂചിപ്പിച്ച് വെച്ചിരിക്കുക. ഇത് ഞാൻ ഇനി നടക്കുന്ന എല്ലാ പടത്തും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര നല്ലൊരു ക്യാരക്ടർ, ഓൺ BGM എൻട്രി, ഭയങ്കര ഒരു ഫസ്റ്റ് അതിൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുക. അപ്പൊ അത് ഇനി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ഓക്കെ, വരുന്നതൊക്കെ കൃത്യമായി ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലൈഫിനെ ചത്താപ്പച്ചയ്ക്ക് മുന്നുള്ള ലൈഫ് അല്ലെങ്കിൽ അതിനുശേഷമുള്ള ലൈഫ് എന്ന് രണ്ടാക്കി പറഞ്ഞ എന്തായിരിക്കും അതിന്റെ ഡിഫറൻസ്? അങ്ങനെ ഒരു ഡിഫറൻസ് പറയാൻ മാത്രം ഇപ്പൊ സമയം ആയിട്ടില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പോൾ എൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഞാൻ ആക്ടിങ് ഞാൻ പ്രോപ്പർ ഫസ്റ്റ് കഥാപാത്രമായിട്ടാണ് ഞാൻ ചത്താപ്പച്ച കാണുന്നത്. ലൈക്ക് ഒരു പ്രോപ്പർ ക്യാരക്ടർ. ഇപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, തിയേറ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ സിനിമാറ്റോഗ്രാഫറായിരുന്നു ആണ് ഇപ്പോഴും കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ ലൈഫ് പുതിയതല്ല. പക്ഷെ ഈ ഒരു ആക്ടർ ഫേസിലേക്ക് കടന്നതിന് ശേഷമുള്ള ഒരു ചേഞ്ച് മനസ്സിലാക്കാനുള്ള സമയം ആയിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ തന്നെയാണ് കാര്യങ്ങൾ. കുറച്ചും കൂടെ ഇൻസ്റ്റഗ്രാം കുറച്ചും കൂടെ ഒക്കെ ഒരു ഫ്ലോ ഉണ്ട്, ആക്റ്റീവാണ്. അതാണ് ഇപ്പോൾ മെയിൻ വ്യത്യാസം, അല്ലാതെ വേറെ വ്യത്യാസം. ഇപ്പൊ നമ്മള് സിനിമാറ്റോഗ്രാഫർ ആണെന്ന് പറഞ്ഞു, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പം ഫിലിം ആക്ടറായി. ഈ ഒരു 3 കാര്യത്തിൽ ഇപ്പൊ ഫിലിം ആക്ടിങ് ഇപ്പൊ നമ്മൾ തുടങ്ങിയുള്ളൂ. എന്നിരുന്നാലും ഈ 3 കാര്യത്തിലും ഏറ്റവും കംഫർട്ടബിൾ, ഞാൻ ഇതിൽ കുറച്ച് കംഫർട്ടബിൾ ആണ്, എനിക്കിത് ചെയ്യാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് പറയാനാണെങ്കിൽ ഏതായിരിക്കും? കംഫർട്ട് എന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം തന്നെ, എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനയ മോഹം, ഇഷ്ടം ഉണ്ട് ആ ഒരു ക്രാഫ്റ്റിനോട്. അത് വേറൊന്നും ബേസ് ചെയ്തിട്ടല്ല. ഇപ്പം അതിൻ്റെ ഒരു ഫെയിമോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡോ അതൊന്നും നോക്കിയിട്ടല്ല എനിക്ക് അഭിനയത്തോടുള്ള എൻ്റെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തിയേറ്റർ കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇതുവരേക്കും. എന്നുവെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ തിയേറ്ററിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ബാക്കി ജോലിയായിട്ടോ അല്ലെങ്കിൽ വേറൊരു ക്രിയേറ്റീവ് മീഡിയമായിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. എൻ്റെ ഒരു പ്ലേ അദ്വൈതം കണ്ടിട്ട് അദ്വൈതം അങ്ങനെ വിളിച്ചതാണ് ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ
അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അഭിനയം തന്നെയാണ് ഏറ്റവും. എനിക്ക് വേറൊന്നിനെ കുറിച്ച് ഞാൻ ഒന്ന് അഭിനയിക്കാൻ ഭയങ്കര സുഖമാട്ടോ. ഐ മീൻ കമ്പാരിറ്റീവ്ലി ടു സിനിമാറ്റോഗ്രഫി നമ്മൾ കുറച്ചും കൂടെയൊക്കെ സിനിമാറ്റോഗ്രഫി ഭയങ്കര പ്രയാസമുള്ള ഒരു പണിയാണ്. ഡയറക്ഷൻ പോലെ തന്നെ ഡയറക്ഷൻ അതിനേക്കാളും പ്രയാസമാണ്, ഭയങ്കര പ്രയാസമുള്ള പണിയാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അഭിനയം കുറച്ചും കൂടെ സുഖമുണ്ട് ചെയ്യാൻ. പക്ഷെ അതും എളുപ്പം എന്നുള്ളതല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞ പൊട്ടത്തില്ല. അപ്പം പക്ഷെ എനിക്ക് ഇഷ്ടം ഏറ്റവും അഭിനയിക്കുന്നത് കംഫർട്ടബിൾ ആണ് കുറച്ചുകൂടെ. ഇപ്പം നമ്മൾ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം തിയേറ്റർ ആർട്ടിസ്റ്റും ആണ്, ഇപ്പം ഫിലിം ആക്ടർ ആയല്ലോ. ഈ ഫിലിം ആക്ടിങ്ങും തിയേറ്റർ ആക്ടിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കറിയാം കുറച്ചും കൂടെ നാടകീയത അല്ലെങ്കിൽ ഇവിടെ നാച്ചുറാലിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഡിഫറൻസ് എനിക്ക് അങ്ങനെ കിട്ടും. ഇപ്പം ഇതിനെ കുറിച്ച് ഭയങ്കര കൃത്യമായി സംസാരിക്കാൻ എനിക്ക് അറിയുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ചെയ്ത നാടകങ്ങളിൽ വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത സിനിമ വെച്ചിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ നാടകത്തിനകത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള റെസ്പോൺസ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടും. ലൈക്ക് ഇറ്റ്സ് ലൈവ്. അപ്പോൾ ലൈവിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു ലൈവ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. ലൈക്ക് അതെന്ത് പെർഫോമൻസ് ആണെങ്കിലും, ആക്ടിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലൈവ് ഷോസ് ചെയ്യുന്നത് ഭീകരമായിട്ടുള്ളൊരു ഹൈ ആണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച്, ഇപ്പോൾ ഫിലിം ആക്ടിങ് തിയേറ്റർ ആക്ടിങ് എന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്കിതിനെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ എന്താ ഡിഫറൻസ് പെർഫോമൻസിലാണെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ ഈ ഒരു കഥാപാത്രമായി തുടങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിനകത്ത് അത് ഫുള്ള് അങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കത്തൊക്കെ ഭയങ്കര ബേസിക് ആയിട്ട് ഡിഫറൻസ് ആണ്. അത് എനിക്ക് അത്ര പറയാൻ എനിക്കറിയില്ല. അത് കുറച്ചൊരു അത് വേറെ ടൈപ്പ് ഓഫ് ഒരു നമുക്ക് ഫോമാറ്റിംഗ് ആണ് തലയ്ക്കകത്ത്. കാരണം നമ്മൾ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ വേറെ ദിവസങ്ങൾ ശേഷമൊക്കെ ആയിരിക്കും എടുക്കുക. ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് മാപ്പിംഗ്. രണ്ട് പ്രോസസ്സാണ്. രണ്ടും ഭീകരമായിട്ടുള്ള എക്സൈറ്റിംഗുമാണ്, പ്രയാസമാണ്, എന്നാൽ എളുപ്പമാണ്. എളുപ്പമല്ല, എല്ലാം ഉള്ള ഒരു പരിപാടിയാണ്. മനസ്സിലായി. ഓക്കെ, പിന്നെ ചത്താപ്പച്ചയിലോട്ട് തിരിച്ചു വരാം. ഇപ്പൊ ചത്താപ്പച്ചയുടെ ഷൂട്ടിംഗ് സെറ്റില് ചേട്ടൻ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. അപ്പോൾ ഫ്രെയിംസ് വെക്കുമ്പോൾ ഈ ഫ്രെയിം ഓക്കെ ആയിരിക്കും എനിക്ക് അങ്ങനത്തെ കോൺഷ്യസ്നെസ് ഒരിക്കലും ആനന്ദേട്ടനല്ലേ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആനന്ദേട്ടൻ സിനിമാറ്റോഗ്രാഫി ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളോ വെച്ച് ഭയങ്കര ഡിഫറെൻ്റാണ് ആനന്ദേട്ടൻ്റെ ഒരു അപ്രോച്ച്. എനിക്ക് ഭയങ്കര ഒരു സ്കൂളും കൂടെ ആയിരുന്നു, ഒരു സ്റ്റഡി മെറ്റീരിയലും കൂടെയാണ് ആനന്ദേട്ടൻ്റെ സിനിമാറ്റോഗ്രാഫി. ലൈക്ക് ഹൗ ഹി കണ്ടക്ട്സ് ദി സെറ്റ്. കാരണം ഞങ്ങൾ ഒരിക്കലും ഈ ക്യാമറയുടെ പ്രസൻസ് അറിഞ്ഞിട്ടേ ഇല്ല. വളരെ ഫ്രീ ആണ്. അവിടത്തെ സാധനത്തിൻ്റെ ക്രൂവോ അല്ലെങ്കിൽ ലൈറ്റ് സ്റ്റാൻഡുകളോ ട്രൈപോഡുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ബഹളമോ ഒന്നുമില്ല. നമ്മുടെ ആക്ടേഴ്സിന് വി ഓൺ ദ സ്പേസ്. അപ്പോൾ അവിടെ ഇപ്പോൾ റിംഗ് ആണെങ്കിലും വേറെ ഏത് സ്ഥലമാണെങ്കിലും അവിടെ ഈ മനുഷ്യൻ്റെ ഒരാൾ പോലും അവിടെ ആ പരിസരത്ത് ആരുമില്ല. ക്യാമറമാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ഫോക്കസ് പുള്ളർ ചിലപ്പോൾ അടുത്തുണ്ട്, ചിലപ്പോൾ വേറെ അടുത്തേക്ക് ഇരിക്കും. ബാക്കി എല്ലാവരും നമുക്ക് അറിയില്ല. സോ ഈ വീറുണ്ടോ പല സമയത്ത് റിംഗ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ തപ്പാണ് എവിടെയാണ് ക്യാമറ, എവിടെ നോക്കിയാൽ ഒരു നമുക്ക് അറിയില്ല. അപ്പോൾ അതിങ്ങനെ കറങ്ങി എടുത്ത് അപ്പോൾ നമ്മൾ അത്രയും ഞാനതിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് എങ്ങനെ കാരണം എനിക്കിതും അറിയാവുന്നതുകൊണ്ട് കുറച്ച് ഞാൻ ഫേവർ ചെയ്യണോ, ഞാൻ മറ്റേ സാധനം നോക്കണോ, ഞാൻ ചെയ്യണോ, ഒന്നും ചെയ്യണോ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തത്. ആക്ച്വലി സിനിമാറ്റോഗ്രാഫർ ആകുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ എങ്ങനെ നമുക്ക് നിൽക്കുന്ന എങ്ങനെയായിരിക്കും ഫ്രെയിം, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഗുണം ഉണ്ടാവും ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ, കാരണം ഞാൻ കംപ്ലീറ്റ്ലി വർക്ക് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ആസ് എ ആക്ടർ മാത്രമായിട്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കാൻ. ഇപ്പം ആനന്ദേട്ടനുമായിട്ട് ഈ സാങ്കേതികപരമായിട്ടുള്ള ഒന്നുമില്ല, ആക്ടർ അത്രേ ഉള്ളൂ. ആനന്ദേട്ടനുമായിട്ട് അങ്ങനത്തെ എന്തിനാ, പുള്ളി കൃത്യമായിട്ട് പുള്ളി കിട്ടുന്ന ഒരു ടീമുണ്ട്, അവർ ഭയങ്കര കൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും പറയണ്ട. ഓക്കെ, ഇപ്പോ ചേട്ടനിപ്പോ ജേർണലിസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം ഒരു ഒബ്സർവറിൽ നിന്ന് മാറിയിട്ട് ഒരു ക്രിയേറ്റർ ആയിട്ട് മാറുകയാണ്. ആ ഒരു ചേഞ്ച് എന്തായിരുന്നു? എന്താണ് ജേർണലിസം പഠിച്ചിട്ട് ജേർണലിസം? അപ്പൊ എൻ്റെ അമ്മ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. അപ്പൊ അമ്മ ദൂരദർശൻ ഏഷ്യാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിനെ കുറിച്ച് എനിക്ക് അറിയാം. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല ജേർണലിസം പഠിച്ചത്. എനിക്ക് ഫിലിം സ്കൂളിൽ പോകണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏർലി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഫിലിംസ് തന്നെയാണ് അവിടെ തന്നെ എത്തണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അന്ന് FTI SRFTയിലൊക്കെ പോകണമെങ്കിൽ ഒരു ഡിഗ്രി വേണം.
ഡിഗ്രി PG കോഴ്സസ് ആണ് അവിടെ ഉള്ളത്. ഇപ്പോഴും അങ്ങനെയാണോ എനിക്കറിയില്ല. PG കോഴ്സസ് ആണ്. അപ്പം എൻ്റെ അന്നത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജേർണലിസം എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്തൊരു നോക്കിയപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ എങ്ങാനും പാടിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ജേർണലിസം എടുത്താണ്. പക്ഷേ എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ ഇൻ കേസ് ഞാനിപ്പോൾ ഇഫ് ഐ ഡിൻറ്റ് ഒരു CD പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ ജേർണലിസം മൈറ്റ് ബി സംതിങ് ദാറ്റ് ഐ മൈറ്റ് ബി ഇൻട്രസ്റ്റ് ഞാൻ വിചാരിച്ചു. ഞാൻ പോയി പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്ക് ഈ സാധനം എനിക്ക് പറ്റിയ പണിയല്ല. കാരണം വേറെ തന്നെ ഒരു സംഭവമാണ്. ഞാനുമായിട്ട് അങ്ങനെ അങ്ങോട്ട് ചേരുന്നില്ല ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിട്ടു, അപ്പോഴേ വിട്ടു. ഞാൻ ട്രൈ ചെയ്തു, സ്കൂൾസിലൊക്കെ ട്രൈ ചെയ്തു. ചില 1-2 കുറേ എക്സാംസ് എഴുതി. ചിലടത്ത് കിട്ടിയില്ല. LV പ്രസാദ് കിട്ടിയ ശാന്തനി പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അങ്ങനെ പോയില്ല. പിന്നെ ഞാൻ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങി, അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ വർഷം എടുത്തു. എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഇതുപോലെ മീഡിയ ഫീൽഡിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്തൊരു ഡിഗ്രി ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ കൂട്ടത്തിൽ എളുപ്പം BA മലയാളം ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയ പണിയേ ആയിരുന്നില്ല. ഓക്കെ, സോ നമുക്കൊരു ഗെയിമിലോട്ട് പോയാലോ? ഈസിയാണ്, ചേട്ടൻ ഈസിയാണ്. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. നമ്മൾ ഫിലിം റിലേറ്റ് അല്ല, കുറച്ച് ഞാൻ ക്യാരക്ടേഴ്സിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു സിറ്റുവേഷൻ പറയും, ആ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയ്ക്ക് ആ ഒരു സിറ്റുവേഷന് എന്ത് കളർ ടോണ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫേഴ്സ്റ്റ് വൺ. ഫോട്ടോസിൽ ഒരു ഇടുങ്ങിയ വഴിയില് ഒറ്റപ്പെട്ട തെരുവ് വിളക്കിന് താഴെ ഭസ്മാസുരൻ ഒറ്റയ്ക്കിരിക്കും. അപ്പൊ ആ ഭസ്മാസുരന്റെ ആ ഫീലിങ്സ് കൺവേ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കളർ ടോൺ ആണെന്നോ? എന്താണ് ഫീലിംഗ്? ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, ഇത് കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മാറ്റർ ചെയ്യും. ഈശ്വര, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് പടമാണോ, അത് എന്താണ് എൻ്റെ അപ്രോച്ച്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ടോൺ ഫിക്സ്. ഇത് നമുക്ക് ഭസ്മാസുരന്റെ സ്പിൻ ഓഫ് ആണ്. ഓക്കെ, ശരി. ഒരു ലാമ്പിന്റെ നടയില്ല, ഒരു ലൈക്ക് സ്ട്രീറ്റ് ലാമ്പിന്റെ ലൈറ്റ്, ഒരു യെല്ലോ വാം ടോൺ. ഞാൻ ഇതിന്റെ ഓപ്ഷനിലുണ്ടായിരുന്നു വാം യെല്ലോ. ഓക്കെ, നെക്സ്റ്റ്. റിങ്ങില് വീണ് കിടക്കുമ്പോൾ ചുറ്റുള്ള ബഹളങ്ങളൊന്നും കേൾക്കുന്നില്ല, അല്ല ഇടി കൊണ്ടിട്ട് മറ്റേ ടൂ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആകെ ഒരു നിശബ്ദതയാണ്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്ത് കളക്ടറായിരിക്കും? പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ്. നമ്മുടെ കണ്ണൊക്കെ തുറന്നിട്ടേ, കാരണം വെച്ചാൽ ബ്ലാങ്ക് ആയിട്ട് ഫുൾ ഐറിസ് ഓപ്പൺ ആയിരിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നെക്സ്റ്റ് വൺ. ഭസ്മാസുരൻ ആദ്യമായിട്ട് ഒരാളോട് പ്രണയം തുറന്ന് പറയുക. അപ്പൊ ഭയങ്കര റൊമാൻറ്റിക് മൂഡാണ്. റൊമാൻറ്റിക് മൂഡിന് വെച്ച കളർ സ്ഥലം. ഓക്കെ, സ്ഥലം എവിടെയാണെന്നോട് പറയണം. അത് നേരത്തെ ഏതെങ്കിലും മൂവിയിൽ ചേട്ടൻ യൂസ് ചെയ്തിട്ട്? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോന്നോ? ഷൂട്ട് ചെയ്യാനോ? പ്രണയം പറയുമ്പോൾ പറയുന്ന സാധനം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മഴയൊക്കെ ഉള്ള സാധനം. മാരിവില്ല ഗോപുരങ്ങളിൽ ഒരു സോങ് സീക്വൻസിനകത്ത് ചെയ്തിട്ടുണ്ട്. മഴയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഫൈനൽ ഫൈറ്റ് ജയിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഒരു ആവേശമൊക്കെയാണ്. അപ്പം ആ സീൻ ഏറ്റവും പവർഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റിയ ഏത് ലൈറ്റിംഗ് ആയിരിക്കും? ആനന്ദേട്ടൻ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നും ചെയ്യാനില്ല. എന്നാലും ചേട്ടൻ എന്ത് ചെയ്യും? എനിക്കതിന് അപ്പത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. പുള്ളിയുടെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. പഴയ കൊച്ചിയിലെ ഗ്യാങ് വാറാണ്. 1980കളിലെ കൊച്ചി. 2 ഗ്യാങ്ങുകൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നിൽക്കുവാണ്. അപ്പൊ ഒരു വിന്റേജ് റോ ഫീൽ കിട്ടണം. അപ്പൊ എന്ത് കളർ പാലറ്റ് യൂസ്? ഗ്രിറ്റി, ലൈക്ക് ഗ്യാങ് വാറൊക്കെ ആണല്ലേ. ഒരു സെപ്പിയ ടോണൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ഗ്രേ ഒക്കെ കേട്ടിട്ട് ഗ്രേഷ് ആ മൂഡില് വിന്റേജ് സാധനം. അടിപൊളി, എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ സീരിയസ് എന്താ വേണ്ട. ഓക്കെ, നമ്മളെ തിയേറ്റർ മൂവി റിമ കല്ലിങ്കൽ മാമിന്റെ ഒരു സിനിമാറ്റോഗ്രാഫറിന് ഒരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും ക്യാമറയിലൂടെ. തിയേറ്ററിന് അങ്ങനെ ഒരു വിഷ്വൽ ലാംഗ്വേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഓക്കെ, തിയേറ്റർ ഒന്ന് ഈ ആ കഥാപാത്രത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സജിൻ ബാബു ഡയറക്ടർ പറഞ്ഞിരുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ക്യാരക്ടറിനെ എന്താണ് പുള്ളി ഈ ക്യാരക്ടറിനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പടമായതുകൊണ്ട് ലൈക്ക് ഇതിനെ നമുക്ക് സ്റ്റഡി ഷോട്ട്സ് ഒന്നും വേണ്ട എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അതിനകത്ത് ആദ്യം തന്ന വൺ ഓഫ് ദ ബ്രീഫ്സിലൊന്നാണ് പറഞ്ഞാൽ. എനിക്കും അത് കേട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു
സ്റ്റഡി അല്ലെങ്കിൽ ഒരു മൂവിങ് ക്യാമറ അല്ലാത്ത അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ബ്ലോക്കുകൾ ഈ പടത്തിൽ ചേരില്ലായിരിക്കും എന്ന് എനിക്കും തോന്നിയിരുന്നു. യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ മിനിമമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭയങ്കരമായ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു വിത്ത് ഈ ക്യാരക്ടറിനൊപ്പം യാത്ര ചെയ്യുന്ന ഭയങ്കര ലൈവായിട്ട് വെക്കുന്ന ഒരു ലാംഗ്വേജാണ് ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് പടമായിട്ട് ചേരുന്നത് എനിക്ക് തോന്നി. ലൈക്ക് എനിക്കത് നമ്മളിതൊക്കെ എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എററാണ് ഈ സാധനം. നമുക്കിത് ഓക്കെ ഇതാണ് ഈ സാധനം, എന്താണെങ്കിലും ആക്ടിങ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും നമുക്കിതിനെ ഫൈനൽ പ്രോഡക്റ്റ് എടുത്ത് ചെയ്ത് വന്ന് ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും തെറ്റിപ്പോയി. ഞാൻ ദിലീഷ് പോത്തനൊക്കെ മഹേഷ് മൃഗത്തിലെ കണ്ടിട്ടുണ്ട്. ഒരു സീൻ എടുത്തു, അത് വർക്കായില്ല, നമുക്ക് ഒന്നുകൂടെ എടുക്കണം എന്ന് പറയും ഷൂട്ട്. അപ്പോൾ അത് ഇറ്റ്സ് ഓൾവേസ് എ ട്രയൽ ആൻഡ് എറർ. അപ്പോൾ നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ ഈ പടവും ഓക്കെ ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്, ചെയ്ത് നോക്കി. പക്ഷെ അത് ചില കാര്യങ്ങൾ വർക്കായി, അപ്പോൾ ചില കാര്യങ്ങൾ മാറ്റി. അപ്പം നമ്മൾ ഓൺ ദ ഗോ തന്നെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രോസസ്സ്. അപ്പം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു പിന്നെ നമുക്ക് വളരെ മിനിമം സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമറ ഭാഗ്യത്തിന് സഞ്ജൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തരാൻ ഫോർഗോട്ട് ഹിസ് നെയിം, സോറി. അപ്പോൾ പുള്ളിയുടെ റെഡ് റാപ്റ്ററിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്യാമറ, നല്ല ക്യാമറയാണ്, സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ തന്നെയാണ്. ലൈറ്റ്സ് ലൈറ്റ്സ് എൻ്റെ ഒരു ഫ്രണ്ട് മറന്നുപോയി. അപ്പോൾ അവൻ്റെ ഇതാണ് ലൈറ്റ്സ് വാങ്ങിച്ചത്, അവൻ തന്നെ ഉണ്ടാക്കുന്ന ലൈറ്റ്സാണ്. അപ്പോൾ ഇവരുടെ ഭയങ്കര മിനിമം ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മിനിമം ക്രൂ മിനിമം സെറ്റപ്പിൽ വെച്ച് നമ്മൾ എങ്ങനെ ഇതിനെ പുൾ ഓഫ് ചെയ്യാം എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്. ഭയങ്കരമായ ചലഞ്ചായിരുന്നു. നമുക്ക് ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും. ഭയങ്കര കഷ്ടപ്പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ഷൂട്ട് ചെയ്തതാണ് എല്ലാവരും. ആ ചൂട് ഫെബ്രുവരി മാസം വർക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെയാണ് എൻ്റെ പടം കണ്ടിരുന്നു. സോ ഇപ്പം അഭിനയം ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ചെയ്യേണ്ട ഒരു പേഴ്സണൽ ജോയ്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ ജോയ്സ് എൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് തന്നെയാണ് ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അതിനകത്ത്. അതല്ലാതെ എന്തുണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് ഇതിന്നൊക്കെ മാറി എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ പുതുതായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, വർക്ക് ചെയ്യുന്നതാണ്. അവൻ മ്യൂസിഷ്യനാണ്, മസ്തിഷ്ക മരണം നല്ല സംഗീതത്തിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാൻ എൻ്റെ ഫ്രീ ടൈം അല്ലെങ്കിൽ എൻ്റെ ഓഫ് ടൈം ഒക്കെ ഞാൻ പോയിരിക്കുന്ന ഒരു വീട്ടിലാണ്. അവിടെ നമ്മൾ കമ്പോസ് ചെയ്യാൻ ഒരുമിച്ച് പാടും, പാട്ടുകൾ ഉണ്ടാക്കുന്നു, അവൻ കമ്പോസ് ചെയ്ത് ഞാൻ കേൾക്കുന്നു. ഇപ്പോഴും ആ സുഹൃത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോഴും. അപ്പം എൻ്റെ ഇല്ലാത്തുള്ള സമയങ്ങളിൽ അവിടെ പോയി ഇരിക്കുക, അവിടെ എൻ്റെ ഒരു സേഫ് സ്പേസ് ആണ്. അപ്പോൾ അവൻ്റെ സംഗീതമായിട്ട് ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാർമൻ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും, ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ട് വിടണോന്നിങ്ങനെ ചേട്ടന്റെ കഴിവൊക്കെ ഊറ്റി വിടണോന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ട ഒരു പാട്ട്. അയ്യോ എന്റെ ദൈവമേ, പാളി മൂക്കെ കടഞ്ഞിരിക്കുക. പാട്ടൊക്കെ പാടി സെറ്റിൽ ഞാൻ പാടിയില്ല. സെറ്റിൽ ആർക്കും അറിയില്ലായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പാടുന്നു. അങ്ങനെ പാട്ട് അതൊക്കെ ചുമ്മാ പറയുന്ന പാട്ട് നല്ല എന്താ ഓൾ ഇൻ ഓൾ ആണ് എല്ലാത്തിനും. അയ്യോ ഇല്ല കൂൾ. ഏത് പാടണമെന്നുള്ളതാ. നമ്മുടെ ഈ പടത്തിലൊരു പാട്ടുണ്ട് നെഞ്ചില എന്ന് പറഞ്ഞ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ, അത് പാടാം. ക്ഷമിക്കണേ കാണുന്നവരല്ലേ. ആനന്ദവാതിൽ തുറന്നു കടലിൻ്റെ മൺപാതയിൽ ആരോവരും ചെറുകാൽ പാടുകൾ കാണാതെ കാണുന്നു ഞാൻ. ശിശിരങ്ങളെങ്ങോ മറഞ്ഞു ഒരു 100 മോഹങ്ങളും, എന്നാലും ഈ ഇടനെഞ്ചോരമായി വാടാതെ കാക്കുന്നു ഞാൻ. മായാത്ത നിന്നോർമ്മകൾ നെഞ്ചിലേ തെന്നലേ തെന്നലേ നെഞ്ചിലേ
തെന്നലേ തെന്നലേ. അടിപൊളി. ശരിക്കും ഞാൻ ഈ പാട്ട് ഇപ്പോഴാണ് ഫുൾ ലൈക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. ഇത്ര ഭംഗി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു, പക്ഷെ ഇങ്ങനെ അറിഞ്ഞില്ല ലൈക്ക് ഇത്രയും നന്നായിട്ട് പാടുമെന്ന് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. സോ നമുക്കിനി ഒരു ഗെയിമിലോട്ട് വീണ്ടും പോവാം. പക്ഷെ ഇത് ഇച്ചിരി ടാസ്ക് ആണ്, ചെയ്യണം. നമ്മൾ ഇമോഷൻസ് ഇല്ലേ, നവരസങ്ങളുണ്ടല്ലോ, ഞാൻ ഓരോ സിറ്റുവേഷൻസ് പറയും. നമ്മുടെ റെസ്ലിംഗ് റിലേറ്റഡ് റിങ്ങിൽ കയറുന്നതും അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ വീരം ഭയാനകം അതൊക്കെ ഒന്നിടണം. ഇതൊക്കെ എന്റെ അമ്മേ ഫണ്ണല്ലേ ചേട്ടാ ഇതൊക്കെ. ഫസ്റ്റ് വൺ പറയട്ടെ. ഒരു സെക്കൻഡ്. ഫസ്റ്റ് ആണ് വീരമാണെന്ന് ചെയ്യുന്നത് സിറ്റുവേഷൻ. റിങ്ങിലേക്ക് കയറുമ്പോ എതിരാളിയെ നോക്കി ചിരിക്കണം മാസ് ഭാവത്തില്. എതിരാളിയെ നോക്കി ഞാൻ പടത്തിൽ ചേരും. എതിരാളിയാണെങ്കിൽ വീരത്തില് നോക്കി ചിരിക്കണമല്ലേ. ഇതോടെ മിക്കവാറും എന്റെ എല്ലാ ചാൻസും എനിക്ക് കിട്ടാനുള്ള പടങ്ങളൊക്കെ മിക്കവാറും ഈ ഇന്റർവ്യൂടെ എടുത്ത് ചെയ്യും. ഓക്കെ നോക്കട്ടെ, ഇത് വേണോ നോക്ക്. അടിപൊളിയല്ലേ ഇതൊക്കെ. എന്നെ നോക്കണ്ടോ? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ബുക്ക്. ഓക്കെ ക്യാമറ നോക്കാം അല്ലേ. ക്യാമറയിലാണ് വില്ലൻ അല്ല എതിരാളി. മാസായി നോക്കി ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നെക്സ്റ്റ് ഭാവം പറയാം. തന്നെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരാള് അടിക്കാൻ വരുമ്പോ ഉള്ളൊരു നിമിഷം. നെക്സ്റ്റ് കരുണാണ്. അടി കൊണ്ട് തളർന്ന് കിടക്കുമ്പോ കൂടെ ഉള്ളവര് തോറ്റുപോകുന്നത് കാണുന്നൊരു വിഷമം. ചേട്ടൻ അടി കൊണ്ട് കിടക്കുവാണ്, പക്ഷെ കൂടെ ഉള്ളവര് തോറ്റുപോയി. എന്റെ സിനിമയൊക്കെ പോയി. എനിക്ക് വേറെ എനിക്ക് ട്രൈ ചെയ്യും. സിനിമ എല്ലാം സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് കോമഡി ഒക്കെ ചെയ്തു. അതെ പക്ഷെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മൂഡും ആ ഒരു സംഭവം കഥാപാത്രമൊക്കെ കേറിയാലേ ആ സാധനം വരുള്ളൂ എന്നാണ് എന്റെ ഒരു. ലാസ്റ്റ് ഒരെണ്ണം കൂടെ ട്രൈ. രൗദ്രം. പരാജയത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വരാൻ പോകുന്ന ഭസ്മാസുരൻ ലുക്ക്. നമുക്ക് ഗെയിം നമുക്ക് ഈ ഗെയിം വിടാം. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് അടുത്തൊരു ഗെയിം ചെയ്യാം. റിംഗ് നെയിം ചലഞ്ച്. ഞാൻ മലയാള സിനിമയിലെ നായകന്മാരുടെ പേര് പറയും. അവർക്ക് നമുക്ക് ഈ ഭസ്മാസുരൻ അല്ലെങ്കിൽ കടൽക്കൊമ്പൻ അങ്ങനത്തെ പോലത്തെ പേരുകൾ, അതേ നെയിം അല്ല, പറ്റിയ പേരുകൾ കൊടുക്കും. അല്ല അല്ലാണ്ട് ചെയ്യേണ്ട എന്തെങ്കിലും തോന്നുന്ന പേരുകൾ. റെസ്ലിംഗിന് നമ്മള് അല്ലല്ല, ഞാൻ മലയാള സിനിമയിലെ നായകന്മാരുടെ പേര് അവർക്ക് കൊടുക്കാൻ തോന്നുന്ന പേര് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഫഹദ് ഫാസിൽ. റെസ്ലിംഗ് റിലേറ്റഡ് ഒരു നെയിം. ഇവന്മാരൊക്കെ ഡാറ്റും കാർമനൊക്കെ ഇതിന് ഉത്തരം പറഞ്ഞു. ഞാൻ അവർക്ക് വേറെ ഗെയിംസാ കൊടുത്തത്. ഫഹദ് ഫാസിലിന് ഇത് സമയം എടുക്കോട്ടോ. അല്ല പിന്നെ നമുക്കൊരു കാര്യം, റെസ്ലിംഗ് ആണോല്ലായിരുന്നോ, റെസ്ലിംഗിലെ റെസ്ലേഴ്സിന്റെ പേര് കൊടുത്താ അത് കൊള്ളാം. അങ്ങനെ അതും പാളി. അങ്ങനെ പേരെങ്കിലും അറിയണ്ടേ. ശരി, ഫഹദ് ഫാസിലിന് പാളി കേട്ടോ. ഇന്ന് മൊത്തത്തിൽ തീർന്നു, പിന്നെ എല്ലാ ഗ്യാസും പോയി. എത്ര പേരുണ്ട്? കുറെ പേരുണ്ടല്ലേ. ഇതിന് 3 പേര് പറഞ്ഞാൽ മതി കേട്ടോ. അത്ര നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ആലോചിച്ചൊക്കെ പറയുമ്പോൾ ലോൺ സ്റ്റാർ, എന്താ ലോൺ വാരിയർ, കുഴപ്പമില്ല, കൊള്ളാലോ. എന്റെ അമ്മേ, മലയാളം പേര് കൊടുത്താലോ.
ആ ഈ പേരിടൽ, അതായത് ഞങ്ങളുടെ തിയേറ്റർ ഗ്രൂപ്പ് പോട്ടെ ഒന്നുമില്ല, സ്വന്തമായിട്ട് എൻ്റെ പ്രോജക്ട്സിൽ പോലും എനിക്ക് പേരിടാൻ പറ്റിയിട്ടില്ലായിട്ട്. ഞാനാണ് ഈ സ്റ്റാറുകളൊക്കെ റെസ്ലിംഗ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ലോകോ എന്ന് പറഞ്ഞ പേര്, അർജുനുള്ള പേര് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് എത്ര നാള് ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഡേ ആയിട്ട് അർജുൻ്റെ പേര് വേണമല്ലോ എന്തിടും ഫസ്റ്റ് അവസാനം അർജുൻ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് അതിന് ഒരു തരത്തിലുള്ള പേരും പറയാൻ പറ്റാത്ത എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ സ്പോട്ടിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് പേരിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വ്യൂസ് കിട്ടായിരിക്കും, പക്ഷേ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അല്ലെങ്കിൽ ഇവരുടെ ആക്ടിങ് വെച്ച് പേരിടാം സൂപ്പർ സ്റ്റാർ. എൻ്റെ അമ്മേ. നെക്സ്റ്റ് പോട്ടെ. ദിലീപേട്ടൻ ഇപ്പോൾ ദിലീപേട്ടൻ എന്താ വിടുക, ലൈക്ക് ഫാമിലി സ്റ്റാർ ഉള്ള പേര് തന്നെ ഇടാം. നിവിൻ പോളി. ഓ യൂത്ത് സ്റ്റാർ. മമ്മൂട്ടി. മെഗാസ്റ്റാർ ആയിട്ട് തന്നെ കേറട്ടെ. മഞ്ജു വാര്യർ. ലേഡി സൂപ്പർ സ്റ്റാർ കൊള്ള പേരില്ലാണോ, ഞാൻ പറഞ്ഞാൽ പോരെ. പക്ഷെ മഞ്ജു വാര്യറിൽ വാരിയർ ഉണ്ട്. ലേഡി വാരിയർ. ഓക്കെ. നിഖില വിമൽ. സെൻസിബിൾ സ്റ്റാർ. മോഹൻലാൽ. എൻ്റെ അമ്മേ, ലാലേട്ടൻ ഇപ്പൊ എന്ത് പേരിട്ടാലും മതിയാവില്ല. എന്ത് പേരിട്ട് ഞാൻ കംപ്ലീറ്റ് സ്റ്റാർ. ഞാൻ തന്നെ താങ്ക് യു. അത് കിട്ടോ. ദുൽഖർ സൽമാൻ. ദുൽഖർ മാത്രം സ്റ്റക്കായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. സ്റ്റൈലിഷ് സ്റ്റാർ. ദർശന. ഫ്രണ്ട് പേഴ്സണലി കൂടെ. അയ്യോ, ദർശനയ്ക്ക് കൊറേ പേരിടാൻ പറ്റും, പക്ഷെ അതൊന്നും ഇപ്പോ ദർശനയ്ക്ക് ഇപ്പോ അയ്യോ ലിറ്റിൽ റാസ്കൽ. ശോഭന മാം. റെസ്ലിംഗ് പേരാ നാഗവല്ലി. റെസ്ലിംഗ് പേര് നല്ലതല്ലേ? അത് കൊള്ളാം. ഞാൻ ഡാൻസിങ് സ്റ്റാർ എന്ന് പറയാൻ. ഓക്കെ, നാഗവല്ലി സൂപ്പർ സ്റ്റാർ. ജയസൂര്യ. എന്താ പറയാ, മൾട്ടി ഫാസറ്റഡ് സ്റ്റാർ. അത് പറയാനൊക്കെ കഷ്ടപ്പെട്ട്. ഓക്കെ, എന്തായാലും കഴിക്കും, സമാധാനായില്ലേ? എന്റെ അമ്മേ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 2-3 ഗെയിംസ് കംപ്ലീറ്റ് ചെയ്തു. സോ സീരിയസ് ഇൻട്രഡക്ഷൻ ആവാം. ചേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവില് ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആക്ടിങ് ഇൻ യുവർ പെർസ്പെക്റ്റീവ്? എൻ്റെ അമ്മേ, ഭയങ്കര സീരിയസ് ആയി പോയി. ആക്ടിങ് ഇൻ മൈ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ലൈക്ക് ദി എക്സൈറ്റ്മെന്റ് ഓഫ് ബീയിങ് സംബഡി എൽസ്, ലൈക്ക് ബീയിങ് വേറൊരാളുടെ തോട്ട് പ്രോസസ്സിലേക്ക് കടന്നു പോവുക. നമുക്ക് എപ്പോഴും അത് പറ്റണമെന്നില്ല. നമ്മുടെ ബേസ് തന്നെ ആയിരിക്കും ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളെ കണ്ട കാഴ്ചകളിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മളെല്ലാം ബേസ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും കുറച്ചെങ്കിലും മറ്റൊരാളായി ചിന്തിക്കാൻ പറ്റുക, മറ്റൊരാളുടെ ചില നമ്മുടെ തോട്ട് പ്രോസസ്സ് കട്ട് ചെയ്തിട്ട് അയാളെങ്ങനെ ചിന്തിക്കുന്നു, അയാളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അയാളെങ്ങനെ സംസാരിക്കുന്നു, ഒരാളോട് എങ്ങനെയൊക്കെ അയാളുടെ ചിരി അല്ലെങ്കിൽ എല്ലാ രീതികളും എത്രത്തോളം നമുക്ക് മാറാൻ പറ്റുന്നു എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. അതാണ് എനിക്ക് ആക്ടിങ്. ഞാൻ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റൊരാളെ ശ്രമിച്ചു നോക്കുക. അടിപൊളി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പരിപാടികൾ? ഒന്നുമില്ല, തൽക്കാലം ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല. ഭാവി പ്ലാൻസ് അഭിനയം തുടരണമെന്നാണ് ആഗ്രഹം.
ആരെങ്കിലൊക്കെ വിളിച്ചാൽ ചെയ്യും. ഇപ്പൊ സ്കിറ്റും നാടകമുണ്ട്. നാടകം നമുക്കിപ്പോൾ ഇറ്റ്ഫോക്ക് ഒന്നും ഇല്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ സിനിമയായിട്ട് ഉദ്ദേശിച്ചത് ഇറ്റ്ഫോക്ക് നാളെ 31st നമ്മൾ പ്ലേ ചെയ്യാണ്. 2 ഷോ ഉണ്ട്. തിയേറ്റർ ബൈ ബൈപ്പാസ് നടന്ന നമ്മുടെ നാടകം. അത് കഴിഞ്ഞിട്ട് ബിനാലേക്ക് Feb 6th ബിനാലെ ഉണ്ട് ഷോ. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻ്റെ 2 സംഭവങ്ങൾ. അതിനുശേഷമുള്ള ഇതുപോലെ ഫിലിം റിലേറ്റഡ് സംഭവങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഒന്നും കൺഫേംഡ് ആയിട്ടില്ല. ചില ചർച്ചകൾ അവിടെ ഇവിടെ നടക്കുന്നത്, പക്ഷെ കുറച്ച് നാളായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും, എന്തായാലും വരും. ഇനിയും കാണണമല്ലോ ചേട്ടൻ നമുക്ക്. ഇനിയിപ്പോൾ അറിയില്ല, നോക്കാം. ഇന്റർവ്യൂടെ എൻ്റെ എല്ലാം കഴിഞ്ഞു. എന്തായാലും താങ്ക് യു ചേട്ടാ. ഇത്ര നേരം എനിക്ക് പേഴ്സണലി പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ എടുക്കാൻ. ഒരു ഒബ്സെഷനാണ്. സോ അതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഫിലിം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പൊ എനിക്ക് ഇതുപോലെ ഫിലിം പാഷനേറ്റ് അല്ലെങ്കിൽ സിനി ഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ ഫിലിമിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പേഴ്സണലി അറിയിച്ചേ പറ്റുള്ളൂ. സോ ഇത്രയും നേരം ഭയങ്കര സൂപ്പർ ഉണ്ടാക്കിയതിന് താങ്ക് യു സോ മച്ച്. കുറെ നാളായി ഇങ്ങനെ ചിരിച്ചിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് ഇതുപോലെ അടിപൊളി ക്യാരക്ടേഴ്സ് ആയിട്ട് ബസ്മാസുരൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി, ഇനി കാണാത്തവര് എല്ലാരും പോയി കാണണം. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഇതൊരു കമ്മ്യൂണിറ്റി വാച്ച് പടമാണ്. അത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു നിറഞ്ഞ കയ്യടിയോടെ നിറഞ്ഞ സദസ്സിൽ തന്നെ നിറഞ്ഞ തിയേറ്ററിൽ തന്നെ ഇത് കാണേണ്ട ഒരു പടമാണ്. അപ്പൊ അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും കാണാത്തവരോട് പറയാനുള്ളത്. വീണ്ടും കാണാം. സോ ഇപ്പൊ ബസ്മാസുരനെ പോലത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ, ഇനി വെറൈറ്റി കഥാപാത്രങ്ങളൊക്കെ വരട്ടെ നമുക്ക്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഇരിക്കണം. തീർച്ചയായിട്ടും. അന്ന് ഗെയിമിന് കുറച്ചും കൂടെ ഇങ്ങനത്തെ ഗെയിം ആണെങ്കിൽ ഞാൻ ക്വിക്ക് തിങ്കിങ് അല്ല, ഞാൻ ഇങ്ങനെ സമയം എടുത്ത് പതുക്കെ ആലോചിച്ചിട്ട് ഞാൻ വേറെ വെറൈറ്റി ഗെയിംസ് മറ്റു സിനിമാറ്റോഗ്രഫിയുടെ അത് കൊള്ളാം. ഓക്കെ. അപ്പൊ താങ്ക് യു ഏട്ടാ. താങ്ക് യു സോ മച്ച്.